Hi friends, I'm Nafil Hamza. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വെഹിക്കിൾ ലോണുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? വെഹിക്കിൾ ലോൺ പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള എൻട്രി, അതിന്റെ ഇൻസ്റ്റാൾമെന്റിന്റെ കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നമ്മൾ വർക്ക് ചെയ്യുന്നത് UAE-ലാണെന്ന് വിചാരിക്കുക. നമ്മളുടെ കമ്പനിയുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മളുടെ കമ്പനി എന്ത് ചെയ്യണം? ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വെഹിക്കിള് പർച്ചേസ് ചെയ്യാണ്. പർച്ചേസ് ചെയ്യുന്നത് QCM മോട്ടോഴ്സിൽ നിന്നാണ്, ലോണിനാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ വെഹിക്കിളിന്റെ കോസ്റ്റ് വരുന്നത് 62,000 ആണ്. 62,000 നമ്മൾ ഈ QCM-ന് ഡൗൺ പേയ്മെന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പോട്ടില് 12,000-ന്റെ കറണ്ട് ഡേറ്റഡ് ചെക്ക് കൊടുത്തു. സോ റിമൈനിങ് ബാലൻസ് വരുന്നത് 50,000 ആണ്. ഈ 50,000-നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? ഫിനാൻസ് ചെയ്യാൻ പോണേ. അപ്പൊ ഈ 50,000 നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത് 24 മാസം കൊണ്ട് അടയ്ക്കാനാണ്. 24 ഇൻസ്റ്റാൾമെന്റ് കൊണ്ടാണ് അടയ്ക്കുന്നത്. അപ്പൊ ഈ 24 ഇൻസ്റ്റാൾമെന്റിന് വേണ്ടിയിട്ട് അവർ നമ്മൾ മൊത്തം 2 വർഷത്തിന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് എത്രയാണ്? 20% ആണ്. ഈ 50,000-ന്റെ 20%. ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് എമൗണ്ട് വരുന്നത് 10,000 ആണ്. സോ നമുക്ക് മൊത്തം അവർക്ക് അടയ്ക്കേണ്ടി വരുന്നത് എത്രയാണ്? 60,000 ആണ് നമ്മൾ അവർക്ക് അടയ്ക്കേണ്ടി വരുന്ന, ഇൻക്ലൂഡിങ് എന്താ നമ്മളുടെ ഈ ഫിനാൻസ് എമൗണ്ട് പ്ലസ് ഇൻട്രസ്റ്റ് അടക്കം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ കമ്പനി ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്തു. ദെൻ ഒപ്പം നമ്മളുടെ കമ്പനി 24 PDC ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അവർക്ക് കൊടുത്തിട്ടുണ്ട്. 24 PDC ചെക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറയുന്ന QCM മോട്ടോഴ്സിന് കൊടുത്തിട്ടുണ്ട്. 2,500 വെച്ചിട്ട് 24 PDC ആണ് കൊടുത്തിട്ടുള്ളത്. 2,500 വെച്ച് 24 PDC എന്ന് പറയുമ്പോൾ എത്രയായി? ടോട്ടല് 60,000 ആയില്ലേ? അപ്പൊ അതിൽ ഫസ്റ്റ് PDC-യുടെ ഡേറ്റ് 25 ഫെബ്രുവരി കണ്ടോ, പിന്നെ അവിടെ നിന്ന് 25 മാർച്ച്, അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? 24 PDC കൊടുത്തു 2,500 വെച്ചിട്ട്. അപ്പൊ ടോട്ടൽ നോക്കി നോക്കിയാൽ എത്രയാ? 60,000 അല്ലേ? ദെൻ അതിൽ ഓരോന്നിലും വരുന്ന ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും ഇവിടെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നമ്മളുടെ ഓഫീസ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ള ഈ വണ്ടി വാങ്ങിച്ചിട്ടുള്ളതെങ്കിൽ ഫസ്റ്റ് മുതൽ എന്ത് എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യുക? ഫസ്റ്റ് വെഹിക്കിൾ 62,000 ഇവരുടെ വാങ്ങിക്കുമ്പോൾ എന്ത് എൻട്രി ആണ്? ഡൗൺ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് എൻട്രി ആണ്? അതുപോലെ ഇൻട്രസ്റ്റിന്റെ എൻട്രി എന്ത് ചെയ്യണം? ബുക്ക് ചെയ്യണം എവിടേക്ക്? QCM-ലേക്ക്. then അവർക്ക് PDC കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമുക്ക് PDC എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് 2 ട്രീറ്റ്മെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യാം. അപ്പൊ അതിന് വേണമെങ്കിൽ എൻട്രി പാസ് ചെയ്യാം. ഓക്കെ, അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്നത് നമ്മളുടെ കമ്പനിയിൽ തന്നെയാണ് വാങ്ങിക്കുന്നത്. പക്ഷെ ആർക്ക് വേണ്ടിയിട്ടല്ല? നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, ഓണേഴ്സിന്റെ സണ്ണിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ വണ്ടി വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. ഓണറുടെ പേഴ്സണൽ, ഓക്കെ, ഓണറുടെ പേഴ്സണൽ കാര്യമായിട്ട് ഓണേഴ്സിന്റെ സണ്ണിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി നമ്മുടെ കമ്പനി ത്രൂ വാങ്ങിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ എൻട്രി പാസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത്, നമ്മൾ വാങ്ങിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ അസോസിയേറ്റഡ് കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനി ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? ഈ വണ്ടി വാങ്ങിക്കുന്നതെങ്കിൽ ഈ സിറ്റുവേഷൻസിൽ നമ്മൾ എന്തൊക്കെ എൻട്രികളാണ് പാസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് 3 സിറ്റുവേഷൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.